ഹലോ മക്കളെ, അപ്പൊ നമ്മൾ എക്കണോമിക്സ് പഠിച്ചു തുടങ്ങി അല്ലേ? നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇമ്പാക്ട് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായ ഇമ്പാക്ട് എന്താണെന്നുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് എങ്ങനെ ആൻസർ ചെയ്യണം, ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് പല മക്കൾക്കും കൺഫ്യൂഷനാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിന് എങ്ങനെ ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് 2 ഉദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക, ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബ്രിട്ടനിലെ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് തിരിച്ച് ഇന്ത്യയിലെ മാർക്കറ്റിൽ തന്നെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുക, അതും ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഇന്ത്യക്കാരും ഉറപ്പായിട്ടും ഡിമാൻഡ് ചെയ്യുന്നത് പിന്നെ ബ്രിട്ടൻ മെയ്ഡ് ഗുഡ്സ് ആയിരിക്കും. അപ്പൊ അവിടെ തകരാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെയുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകരാൻ തുടങ്ങി. ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. മാസീവ് അൺഎംപ്ലോയ്മെന്റ് ആണ് അന്ന് ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിലെ ലോക്കൽ പ്രൊഡക്ട്സ് ഫോറിൻ മെയ്ഡ് ഗുഡ്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഇന്ത്യയിലെ ലോക്കൽ പ്രൊഡക്ട്സിന് പകരമായിട്ട് മാർക്കറ്റിൽ പിന്നെ അവൈലബിൾ ആവാൻ തുടങ്ങിയത് ബ്രിട്ടൻ ഗുഡ്സ് ആയിരുന്നു, അതായത് ഫോറിൻ ഗുഡ്സ് ആയിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സിനെക്കാളും എത്രയോ റേറ്റ് കുറവായിരുന്നു ബ്രിട്ടനിലെ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കിയ മെഷീൻ മെയ്ഡ് ഗുഡ്സ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യ ബ്രിട്ടൻ ഗുഡ്സിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റായി മാറുകയും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് കുറയാൻ തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏകദേശം 19th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും കുറച്ച് മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതിലെടുത്ത് പറയേണ്ടതാണ് കോട്ടൺ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രീസ്. ഇതില് മഹാരാഷ്ട്രയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോട്ടൺ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്തത് നമ്മൾ ഇന്ത്യക്കാർ തന്നെ ആയിരുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജൂട്ട് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്തത് ബ്രിട്ടീഷുകാരായിരുന്നു. 20th സെഞ്ചുറിന്റെ ബിഗിനിങ്ങിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബീഹാറിലെ ജംഷഡ്പൂർ എന്ന സ്ഥലത്ത് 1907 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടിസ്കോ, അതായത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജംഷഡ്ജി ടാറ്റ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കോട്ടൺ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസും മാത്രം തുടങ്ങിയതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് പല ഇൻഡസ്ട്രീസ് വരണം, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡൈവേഴ്സിഫൈ ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ പല ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങി. അതായത് ഷുഗർ ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആയി വരാൻ തുടങ്ങി. പക്ഷെ ഇതെല്ലാം വന്നപ്പോഴും ഒരു ഇൻഡസ്ട്രി മാത്രം നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ സ്റ്റാർട്ട് ചെയ്തില്ല. അതായിരുന്നു ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ മെഷീൻസ് ആവശ്യമുണ്ട്. ഈ മെഷീൻസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ഇത് മാത്രം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് ചെറുതായിട്ട് കൂടാൻ തുടങ്ങി. പക്ഷെ എന്നാലും GDP-യിലേക്കുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കുറവായിരുന്നു. പിന്നെ നമ്മുടെ റെയിൽവേ, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ, പോർട്ട്, അതുപോലെയുള്ള ചില ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിൽ മാത്രമായി നമ്മുടെ പബ്ലിക് സെക്ടറിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒതുങ്ങിപ്പോയി എന്നുള്ളതും ഈ കാലത്ത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായ ഇമ്പാക്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എക്കണോമിക്സ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.